6 വയസ്സാകുന്ന സമയത്താണ് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിലൊരു ചിന്ത, മകനെയും കൂട്ടി ഒരു ടൂർ പോയാൽ, ഒരു സിയാറത്ത് യാത്ര നടത്തിയാലോ? എങ്ങോട്ടാണ് യാത്ര പോകേണ്ടത്? ആമിന ബീബിന്റെ മനസ്സിൽ സങ്കടമായി നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അതിൽ യസ്രിബിന്റെ തേങ്ങലുണ്ട്. യസ്രിബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മദീനയാണ്. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവിന്റെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ സൽമ ബിൻത് അംർ യസ്രിബുകാരിയാണ്. ഉപ്പ ഹാഷിം കല്യാണം കഴിച്ചത് യസ്രിബിൽ നിന്നാണ്. ബനു നജ്ജാർ ഗോത്രക്കാരിയാണ്. ഹാഷിം മരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് സൽമ ബിൻത് അംറിന്റെ പള്ളയിലാണ്. 7 വയസ്സായപ്പോഴാണ് പിന്നെ മക്കയിലെത്തിയത്. ഇരിക്കട്ടെ, അവരെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്, അവരെ ഒന്ന് കാണുക, അവിടെ ഒന്ന് സന്ദർശിക്കാം. പിന്നെയോ തന്റെ ഏറ്റവും വലിയ ഇഷ്ടം അബ്ദുള്ള റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ മാത്രമേ ആമിന ബീബിയും അബ്ദുള്ള റളിയല്ലാഹു അൻഹും തമ്മിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ ഉടനെ ഗൾഫ് പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അള്ളാഹു എല്ലാ പ്രവാസികൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആമീനില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോഴത്തെ ഗൾഫ് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം പോകുമ്പോഴെന്നെ ഭാര്യനെയും കൂട്ടിയിട്ട് പോവാ, വരുമ്പം കൂട്ടിയിട്ട് വരിക. കുറച്ച് മുമ്പുള്ള ഗൾഫ് വലിയ പ്രതിസന്ധിയുള്ള ഗൾഫിന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ കരയിലും ഒന്നും പറയണ്ട, കാരണം 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. ഇപ്പൊ രാവിലെ പോയി വൈകുന്നേരം തന്നെ തിരിച്ചു വരാം, സംവിധാനമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നോക്കൂ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഫിറാഖാകുക എന്ന് പറയുന്ന വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് ഒരു കച്ചവട സംഘം പോകുന്നുണ്ട് ഷാമിലേക്ക്. അന്നത്തെ വേൾഡ് മാർക്കറ്റാണ് ഷാം. ആ ഷാമിലേക്കുള്ള യാത്രയാണ് മക്കക്കാരുടെ ജീവിതത്തിന്റെ ഏകദേശ ഭാഗവും നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കച്ചവട സംഘമാണ്. അമീറായി നറുക്കിട്ട് നോക്കുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹുവിന്റെ പേരാണ് കിട്ടിയത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അങ്ങനെ പോകാൻ നിർബന്ധിതനായി മനസ്സില്ല മനസ്സോടെ ആമിന ബീബിയോട് യാത്രയും പറഞ്ഞിട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു യാത്ര പോയതാണ്. ഏകദേശം 1-2 മാസം കഴിഞ്ഞ് വരാൻ നിൽക്കുമ്പോ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോയതിന് ശേഷമാണ് ഒരു വിഷയം തനിക്ക് ബോധ്യപ്പെടുന്നത്. തന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്. കുഞ്ഞ് അതാ മെല്ലെ മെല്ലെ റെഡിയാകുന്നുണ്ട്. ഏതൊരു പെണ്ണും ഭർത്താവിനോട് പറയാൻ ഏറ്റവും താല്പര്യപൂർവ്വം കാത്തു നിൽക്കുന്നത് നിങ്ങളൊരു ബാപ്പയാകാൻ പോകുന്നു എന്ന സന്തോഷമാണ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. നിങ്ങൾ നോക്ക്, നമ്മളെ ഉമ്മമാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങൾക്ക് ദ്വാരക്കുമ്പോൾ ഒന്നും കൂടി ഉഷാറില്ല ആമീൻ പറയണം. അതുകൊണ്ട് നമ്മളവർ പരിഗണിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഉഷാറിൽ ബയലേക്കാൻ ഇരിക്കുന്നത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങളോട് നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് പറയൂ. ചെറിയ കുട്ടികളെ നോക്കിയിട്ട് പറയാണ്, കുട്ടി എന്നെ പോലെ തന്നെ ഉണ്ട് എന്നോ. എന്നാ പെണ്ണുങ്ങൾക്ക് സന്തോഷമാവും. കുട്ടികൾ നമ്മളെ പോലെ ഉണ്ട് എന്നാൽ സന്തോഷാവൂലേ? ആകും. പക്ഷെ എന്നാൽ അതിനേക്കാൾ സന്തോഷമുള്ള ഒരു സംഗതി എന്താ അറിയോ? കുട്ടിയെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയാണ്. ചില പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ, ഉപ്പാന്റെ അതേ മുഖം, ഭർത്താവിന്റെ കുഞ്ഞിന്റെ ഉപ്പാന്റെ അതേ മുഖം, ഉപ്പാന്റെ അതേ ചെവി, അതേ മൂക്ക് എന്നൊക്കെ പറയും ചില ആള്. അത് കേൾക്കുമ്പം പെണ്ണുങ്ങളെ കൽബിൽ ലഡു പൊട്ടും. അതെന്താണ്? നീ ഹോസ്പിറ്റലിൽ പോയതും പ്രസവിച്ചല്ല എല്ലാരും അറിയില്ലേ? അതേ സമയത്ത് ഈ കുട്ടി ഉപ്പനെ പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ നീ ഒരു നല്ല പെണ്ണാണ്, നല്ല ഭാര്യയാണ് എന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടതിൽ. എന്റെ ഭർത്താവിന്റെ ഭാര്യയാണ്, അവന്റെ കുട്ടിയാണ് എന്ന് പറയൽ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ഏതു പെണ്ണും ഭർത്താവിനോട് നിങ്ങളൊരു ബാപ്പയാകുന്നു എന്ന സന്തോഷം അറിയിക്കാൻ താല്പര്യമുള്ളവളാണ്. ആമിന ബീബി കാത്തുനിന്നതും അത് പറയാൻ തന്നെയാണ്. പക്ഷേ 1-1.5 മാസം 2 മാസത്തോളം ആയപ്പോൾ കച്ചവട സംഘം മക്കയിലേക്ക് തിരിച്ചു വന്നു. സാധാരണ വരുമ്പോൾ തട്ടും മുട്ടും ബഹളവും ദഫൊക്കെ ഉണ്ടാകാറുണ്ട്.
ഈ പ്രാവശ്യം അതൊന്നും കാണാറില്ല. വന്ന ആളുകളൊക്കെ ഒരു ശോകമുഖമായ അന്തരീക്ഷത്തിലാണ്, ഒരു ടെൻഷൻ പിടിച്ച മുഖഭാവമാണ്. അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് അവര് പറയുന്നു, തിരിച്ചു വരുമ്പോൾ വഴിയിൽ നിന്ന് അബ്ദുള്ളക്ക് പനി ബാധിച്ചിട്ട് നിങ്ങളുടെ അമ്മാവന്മാരായ ബനുനജ്ജാറുകാരുടെ അടുക്കൽ യസ്രിബിൽ താമസിപ്പിച്ചിട്ടുണ്ട്. യാത്ര തുടരാൻ പറ്റുന്ന കോലത്തിലല്ല. സുബ്ഹാനല്ലാഹ്. ബാക്കിലെ റൂമിൽ നിന്ന് വാർത്ത കേൾക്കുന്ന യാത്രാ സംഘം തിരിച്ചു വരുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹുവിനെ കണ്ട് സന്തോഷം പങ്കിടാൻ കാത്തു നിൽക്കുന്ന ആമിന ബീബിന്റെ ഖൽബ് തകർന്നു പോയി. യസ്രിബ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയോളം സഞ്ചരിക്കേണ്ട 500 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. ഉടനെ വിളിക്കുന്നു അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിനെ വിളിക്കുകയാണ്. അബൂ ത്വാലിബിനെ, അബ്ദുള്ളയുടെയും അബൂ ത്വാലിബിന്റെയും ഉമ്മ ഒരാളാണ്. അതുകൊണ്ട് നേരെ ജ്യേഷ്ഠനെ വിളിക്കുകയാണ്, അബൂ ത്വാലിബിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, പെട്ടെന്ന് നീ യസ്രിബിൽ പോകണം, എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ടാണെങ്കിലും അബ്ദുള്ളയെ കൊണ്ടുവരണം. അബൂ ത്വാലിബ് യാത്രയാവുകയാണ്. 2 ആഴ്ച കൊണ്ട് തിരിച്ചു വരികയാണ്. അന്നത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് എല്ലാം പൊക്കി AC എല്ലാം ഇട്ടിട്ട് കാറിൽ വരാൻ പറ്റുന്ന സംവിധാനം ഇല്ല. ഫ്ലൈറ്റോ സംവിധാനം വന്നില്ല. ഒട്ടകക്കട്ടിൽ ഒന്ന് ഉഷാറാക്കി കെട്ടിക്കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഏകദേശം 1 ആഴ്ച പിടിക്കും. 2 ആഴ്ചയായപ്പോൾ ആമിന ബീവി പിന്നെയും കൽബ് കൊണ്ട് കാത്തു നിൽക്കുകയാണ്. അബൂ ത്വാലിബ് വന്നിട്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഉപ്പയോട് പറയാണ്, വാപ്പാ, ഞാൻ യസ്രിബിൽ എത്തുന്നതിന്റെ തലേ ദിവസം അബ്ദുള്ള മരണപ്പെട്ടു പോയി. അവിടെ എത്തുമ്പോഴേക്ക് ഖബറടക്കം കഴിഞ്ഞുപോയി. ആമിന ബീബി റളിയല്ലാഹു തആല എന്തൊരു സങ്കടമാണ്, എന്തൊരു വിതുമ്പലാണ്. ഇനി ആരോടാണ് അല്ലാഹ് തന്റെ സന്തോഷം പറയാനുള്ള സങ്കടത്തിലാണ് ആമിന ബീബി ഉള്ളത്. പക്ഷെ മറ്റ് പ്രയാസങ്ങളൊന്നും ഏൽപ്പിക്കാതെ ആദിയായ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയെ അബ്ദുൽ മുത്തലിബ് തന്റെ വീട്ടിൽ വളർത്തുകയാണ്, മകന്റെ ഭാര്യയെ. ഏതായാലും ആമിന ബീബി റളിയല്ലാഹു തആല അൻഹക്ക് ഇപ്പോൾ യസ്രിബിലേക്ക് പോകാനുള്ള ആഗ്രഹം വന്നത്. ഈ പൊന്നുമോൻ 6 വയസ്സ് പ്രായമായിട്ടുണ്ട്. മകന് ബാപ്പാന്റെ കഥയൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ബാപ്പന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യിപ്പിക്കണം. ഈ ഉപ്പാപ്പന്റെ കുടുംബക്കാരെ ഒന്ന് കാണണം. കുറച്ച് നാൾ അവിടെ ഒന്ന് സന്ദർശിച്ച് അവിടെ ഒന്ന് താമസിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ആമിന ബീബിന്റെ കൂടെ ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീ ഉണ്ട്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു. ഇപ്പോൾ ആമിന ബീബിന്റെ കസ്റ്റഡിയിലാണ്. മുത്തുനബിന്റെ സമ്പത്താണ്. അവർ യാത്ര ചെയ്തു. യസ്രിബിലെത്തിയിട്ട് 1 മാസമാണ് ആമിന ബീബി റളിയല്ലാഹു അൻഹും മകനും അവിടെ താമസിച്ചത്. ആ കാലഘട്ടത്തിലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്താൻ പഠിച്ചത്. നീന്താൻ അറിയുന്ന ആളല്ലേ കൈവോക്ക് എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചാളെല്ലാം പൊക്കിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീന്താൻ പഠിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീനില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പലയിടങ്ങളിൽ നമ്മളെ കുട്ടികളൊക്കെ ഈ അപകടത്തിലൊക്കെ മരിച്ചു പോകുന്ന കേൾക്കും ബേജാറ് തോന്നല. നീന്തൽ പഠിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സിൽ മദീനയിൽ നിന്ന് നീന്താൻ പഠിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്തുകൊണ്ട് അപകടങ്ങളെ തൊട്ട് നമ്മൾ അല്ലാഹു തആല കാത്തി രക്ഷപ്പെടുത്തട്ടെ. യസ്രിബിൽ ഇങ്ങനെ താമസിക്കുന്നതിന്റെ ഇടയിൽ ആമിന ബീബിയും പൊന്നുമോനും യസ്രിബിന്റെ ഓരോരത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ 2 ജൂതന്മാരെ കാണുകയാണ്. അവരത്യാവശ്യം വേദങ്ങൾ അറിയുന്നവരാണ്, അല്പം കിതാബ് അറിയുന്നവരാണ്. 2 ജൂതന്മാരും തങ്ങളെ ഇങ്ങനെ നോക്കിയപ്പോ മുത്തായ തങ്ങളൊരു പ്രത്യേകത എന്താണ്? ഇദാ അല്ലാഹിക ഖറജ മിൻ സനായഹുന്നൂർ, തങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ പല്ലിൽ നിന്ന് പ്രകാശം വരും. അജ്മലുൽ ഖൽഖാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊരു പ്രകാശമാണ് ആ വജ്ഹില്. തങ്ങളെ കാണുമ്പോൾ ആളുകൾ പിന്നെയും നോക്കിപ്പോകുന്ന പ്രകാശമാണ്. ഇവർ 2 പേരിങ്ങനെ നോക്കിയിട്ട് ഒരാള് മറ്റൊരാളോട് പറയുന്ന ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഇത് ഈ ഉമ്മത്തിലെ നബിയായിട്ട് വരേണ്ട ആളാ. വഹാദിഹി ദാറു ഹിജ്റതിഹി. സലഫികൾ കേൾക്കണ്ട. അവർ പറഞ്ഞ 40 വയസ്സാണല്ല, 40 വയസ്സിന് 34 കൊല്ലം മുൻപേ മുത്തുനബിക്ക് 6 വയസ്സ് പ്രായം. ആ സമയത്ത് ഒരു ജൂതൻ മറ്റൊരാളോട് പറയാണ് ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഇത് ഈ ഉമ്മത്തിലെ നബിയായി വരേണ്ട ആളാണ്.
വഹാദിഹി ദാറു ഹിജ്റതിഹി, ഇത് ഈ മുത്തുനബി ഈ നബി ഹിജ്റ വരേണ്ട നാടാണിത്. വസയകൂനു ബിഹാ ഖത്ലുൻ വസബി വഅംറുൻ അളീം, ഇവിടെ ഒരുപാട് യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോൾ, അന്നേ ജൂതന്മാരുടെ ഡേഞ്ചർ സാധനങ്ങളാണ്. അല്ലാഹു തആല ഫലസ്തീനിൽ മോചനം നൽകട്ടെ, ഗാസയെ സഹായിക്കണേ അല്ലാ, അഅദായിങ്ങളെ അമർച്ച ചെയ്യണേ അല്ലാ. ഇവരെ സംസാരം കേട്ടപ്പോൾ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്തോ ഒരു പന്തികേട്. വേഗം വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയിട്ട് പിന്നെ കൂടുതൽ മദീനയിൽ യസ്രിബിൽ താമസിക്കാതെ പിന്നെ മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ആ മടങ്ങുന്ന സമയത്താണ് ആമിന ബീബി റളിയല്ലാഹു അൻഹയും ഉമ്മു ഐമനും കൂടെയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യാണ്. 6 വയസ്സുള്ള പൈതലാണ്. ആമിന ബീബിക്ക് കാറ്റും പൊടിക്കാറ്റെല്ലാം അടിച്ച് പനി ബാധിക്കുകയാണ്. കയ്യിലുണ്ടായ മരുന്നുകളൊക്കെയും പരീക്ഷിച്ചു നോക്കി, ഒരു മാറ്റവുമില്ല. അബവായിലെത്തിയപ്പോൾ തീരെ തളർന്നുപോയി. അവിടെ ഇറങ്ങിക്കിടക്കലല്ല, അത് വേറെ മാർഗമൊന്നുമില്ല. മണലാരുണ്യത്തിൽ കിടന്നു ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ. പൊന്നുമോൻ കരയാണ്. ഉമ്മന്റെ തുണി പിടിച്ചിട്ട് കരയാണ്. മാറിടത്തിൽ കവിള് വെച്ചിട്ട് ഉമ്മാന്റെ നെഞ്ചത്ത് കിടന്നിട്ട് പൊന്നുമോൻ ഇങ്ങനെ കരയാണ്. 6 വയസ്സുള്ള പൈതലാണ്. എങ്ങോട്ട് നോക്കിയാലും സഹായത്തിന് ആരുമില്ലാത്ത മരുഭൂമിയാണ്. സുബ്ഹാന ജല്ല ജലാലു. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, ഈ രോഗത്തിൽ ഇനി ഞാൻ രക്ഷപ്പെടൂല, ഞാൻ ഏതായാലും മരണത്തെ തിരഞ്ഞെടുക്കേണ്ട സമയമായെന്ന് ആമിന ബീബിക്ക് ബോധ്യപ്പെട്ടപ്പോൾ കരയുന്ന പൈതലിന്റെ കവിൾത്തടത്തിലൂടെ അരിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ ക്ഷീണം പിടിച്ച വേദനിക്കുന്ന കൈകൾ കൊണ്ട് ഒപ്പിക്കൊടുത്ത് തുടച്ചു കൊടുത്തിട്ട് ആ കവിൾത്തടത്തിൽ തന്റെ ചുംബനങ്ങൾ അർപ്പിച്ചിട്ട് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ ആ മണലാരുണ്യത്തിൽ പൊന്നുമോനോട് പറയുന്നു, മോനെ കരയണ്ട, ഇൻ സ്വഹമ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി തുബഅസു ഫിൽ ഹില്ലി വഫിൽ ഹറാമി تبعث في التحقيق والإسلام ديني أبيك البر إبراهيم فالله أنهاك عن الأصنام ألا تواليها مع الأقوام. കരയുന്ന പൈതലിന് 6 വയസ്സുള്ള പൊന്നുമോനെ ആശ്വസിപ്പിച്ച് ആമിന ബീബി പറയുന്ന, പൊന്നുമോനെ മോൻ കരയണ്ട, ഉമ്മ പോയാലും മോൻ കരയണ്ട. നീ പള്ളയിലുള്ള സമയത്ത്, ഞാൻ ഗർഭിണിയായ സമയത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് കണ്ടത്. അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, അങ്ങനെ അമ്പിയാക്കൾ ഓരോരുത്തരും ഓരോ മാസങ്ങളിൽ ഓരോ ബഹുമാനമുള്ള ദിവസങ്ങളിൽ വന്ന് അവര് പരിചയപ്പെടുത്തിയിട്ട് പറയാണ്, ആമിന നീ സങ്കടപ്പെടണ്ട, നിന്റെ പള്ളയിൽ ജനിക്കാൻ പോകുന്നത് റഹ്മത്തുൽ ആലമീനായ മോനാണ്, ഈ ലോകത്ത് കാരുണ്യവും നീതിയും വളർത്തേണ്ട മോനാണ്. അതേ, ഈ പൊന്നുമോൻ ജനിച്ചാൽ ഫസമ്മീഹി മുഹമ്മദാ, മുഹമ്മദ് എന്ന് പേരിടണേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള എല്ലാ അമ്പിയാക്കളുടെ ഈ നിർദ്ദേശമായിരുന്നു. ആമിന ബീവി മോനോട് പറയാണ്, മോനെ ഞാൻ മരിച്ചാലും നീ സങ്കടപ്പെടണ്ട, ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിരുന്നു, ആ കണ്ടതൊക്കെ റെഡിയാണെങ്കിൽ നീ ലോകത്ത് നിയുക്തനായ നബിയാണ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ്. തുബഅസു ഫിൽ ഹില്ലി വഫിൽ ഹറാമി തുബഅസു ഫിൽ തഹ്ഖീഖി വൽ ഇസ്ലാമി. ഇസ്ലാമും സത്യവും ഒക്കെ ജനങ്ങൾക്ക് വിളിച്ചു പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട മോനാണ്. ഹറാമും ഹലാലും പഠിപ്പിക്കേണ്ട മോനാണ്.
ദീനി അബീകൽ ബിർരി ഇബ്രാഹിമി, നിന്റെ ഉപ്പാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീന് പ്രചരിപ്പിക്കേണ്ട മോനാണ്. അതുകൊണ്ട് മോനെ, ഇവിടെ ഒരുപാട് വിഗ്രഹങ്ങളും വിഗ്രഹാരാധനകളൊക്കെ ഉണ്ടാകും. അതിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകപ്പെട്ട പൊന്നുമോനാണ്. മോൻ വലിയ സന്തോഷമുള്ള മോനാണ്. മോൻ വലിയ അത്ഭുതമായി ഇവിടെ വളരേണ്ട മോനാണ്. അതുകൊണ്ട് ഞാൻ ഉമ്മ പോയാലും മോൻ കരയണ്ട. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ലോകത്തു അതാ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ പൊന്നുമോനോട് യാത്ര പറഞ്ഞ് ലോകത്തുനിന്ന് കണ്ണടച്ച് പിരിയുകയാണ്. ഉമ്മു ഐമൻ എന്ന ഉമ്മന്റെ കൂടെ ഉമ്മു ഐമൻ ഒരൽപ്പ ദിവസം റസൂലുള്ളാഹിക്ക് മുല കൊടുത്തിട്ട് കൂടിയുണ്ട്. ആ ഉമ്മു ഐമന്റെ കൂടെ സ്വന്തം ഉമ്മാന്റെ മയ്യിത്ത് ഖബറടക്കാൻ ചെയ്യാൻ ശ്രമിക്കുന്ന 6 വയസ്സുള്ള ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിൽ കൊണ്ടുവരൂ. 6 വയസ്സുള്ള പൊന്നുമോൻ പിറ്റേ ദിവസം ഉമ്മു ഐമന്റെ കൂടെ മക്കയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ, മക്കയിലെത്തുമ്പോൾ അബ്ദുൽ മുത്തലിബ് കാത്തു നിൽക്കുകയാണ്. 138 വയസ്സ് പ്രായമുണ്ട് അബ്ദുൽ മുത്തലിബ്, പടുവൃദ്ധനാണ്. അബ്ദുൽ മുത്തലിബ് കാത്തു നിൽക്കുന്ന വിവരമറിഞ്ഞപ്പോ പൊന്നുമോനെ ചേർത്ത് പിടിച്ച് വിതുമ്പി കരയുകയാ. ജനിക്കണതിന് മുമ്പ് വാപ്പയില്ല. 6 വയസ്സാകുമ്പോഴേക്ക് ഉമ്മയും പോയല്ലോ. അല്ലാ, ഈ പൊന്നുമോനെ അബ്ദുൽ മുത്തലിബ് പൊന്നുപോലെ വളർത്തി. അബ്ദുൽ മുത്തലിബ് ഒരു സ്ഥലത്തും പൊന്നുമോനെ കൂട്ടാതെ പോകൂല. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണലും ഉറക്കിലും അബ്ദുൽ മുത്തലിബ് കൂടെ കൂട്ടും. ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും യാത്ര പോകുമ്പോഴും എവിടെയും എന്ന് മാത്രമല്ല, അബ്ദുൽ മുത്തലിബ് മക്കത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജാവും കൂടിയാണ്. അല്ലെങ്കിൽ അതുപോലുള്ള പവറുള്ള ആളാണ്. അബ്ദുൽ മുത്തലിബ് കാബന്റെ അടുക്കൽ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു വിരിപ്പ്. അവിടെ വേറെ ആരും വരൂല. വരുന്നതൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പഠിക്കാനുമാണ്. അവിടെ അബ്ദുൽ മുത്തലിബിന്റെ മക്കള് 19 മക്കളുണ്ട്. അബ്ദുൽ മുത്തലിബിന് ഹാരിസാണ് മൂത്തത്. ഏറ്റവും ഇളയാള് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. 13 ആൺമക്കളും 6 പെൺമക്കളുമാണ്. ഈ മക്കളും അവരുടെ മക്കളൊക്കെ ആയിട്ട് വലിയൊരു കുടുംബത്തിന്റെ ഉപ്പാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. പക്ഷെ അബ്ദുൽ മുത്തലിബിന് ഒറ്റ മക്കളും ഈ വിരിപ്പിൽ ഇതുവരെ ചവിട്ടിയിട്ടില്ല. അത്ര ബഹുമാനുണ്ട് ആ സ്ഥലത്ത്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടാതെ പിന്നെ അബ്ദുൽ മുത്തലിബ് ഈ വിരിപ്പിലേക്ക് പോകുന്നില്ല. എപ്പോ പോയാലും മകൻ കൂടെ ഉണ്ടാകും. ഇത് കണ്ടപ്പോൾ അക്കാബിറു ഖുറൈശികളെ കൂട്ടത്തിലെ വിവിഐപികൾ ചോദ്യം ചോദിക്കുകയാണ്. അവര് ചോദ്യം ചെയ്യാണല്ല, നമ്മൾ ഇതുവരെ നിങ്ങളെ വിരിപ്പിൽ ചവിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ധാരാളം മക്കളുണ്ട്, അവരാരും ഈ വിരിപ്പിൽ ചവിട്ടാറില്ലല്ലോ. പിന്നെന്തിനാണ് ഈ കുട്ടിയെയും കൂട്ടി നിങ്ങൾ വരുന്നത്? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ദഉ ഇബ്നി ഫഇന്ന ലഹു ലശഅനാ. എന്റെ ഈ മോന്റെ കാര്യം നിങ്ങൾ വിട്ടേക്ക്, എന്റെ ഈ പൊന്നുമോന്റെ കാര്യം നിങ്ങൾ ചോദിക്കണ്ട, വിട്ടേക്ക്. ഫഇന്ന ലഹു ലശഅനൻ, ഇതൊരു അത്ഭുതമുള്ള മോനാണ്. കണ്ടോ, മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്താപം ഉണ്ടാക്കിയെടുക്കാനും സിംബദന്തി പിടിച്ചു പറ്റാനും ആണെങ്കിൽ എന്താ പറയേണ്ടത്? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഉമ്മയും ഉപ്പയില്ലാത്ത മോനല്ലേ, അതുകൊണ്ട് കൂട്ടിയതാണ്. എത്തിയും കുട്ടിയല്ലേ, അതുകൊണ്ട് കൂട്ടിയതാന്നാ പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു അത്ഭുതമുള്ള മോനാണ്, ഭയങ്കര പവറുള്ള മോനാണ്, അതുകൊണ്ടാണ് കുട്ടി നടക്കുന്നത് എന്നാണ് അബ്ദുൽ മുത്തലിബിന്റെ മറുപടി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിലെ അത്ഭുതമാണ് എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ ഉമ്മ പോയത്, വാപ്പ പോയത് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളൊക്കെയും സഹിച്ചിട്ട് പാകപ്പെട്ട കൽബ് കൊണ്ടാണ് തങ്ങൾ വളരുന്നത്. സുബ്ഹാനല്ലാഹ്, 2 കൊല്ലമാണ് ആ സന്തോഷം തങ്ങൾക്ക് ലഭിച്ചത്, ഉപ്പാപ്പന്റെ സന്തോഷവും സംരക്ഷണവും. അള്ളാഹുവിന്റെ ഹബീബിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ 140ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് ലോകത്തോട് വിട പറയുകയാണ്. ഫഹുസിന ലിദാലിക്, തങ്ങൾക്ക് വലിയ സങ്കടമായി പോയി. വബകാ ഖൽഫ സരീരിഹി, മുത്തായ തങ്ങൾ ആ കട്ടിലിന്റെ കാല് പിടിച്ച്, ഉപ്പാപ്പ കിടന്ന കട്ടിലിന്റെ കാലിന്റെ പിന്നിൽ നിന്ന് വിതുമ്പി വിതുമ്പി കരഞ്ഞുപോയി. തങ്ങൾ കരയുമ്പോഴാണ് തോളത്ത് കൈവെക്കുന്നത്. ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അബൂ ത്വാലിബാണ്, മൂത്താപ്പയാണ്. മൂത്താപ്പ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, മോൻ കരയണ്ട,
ഉപ്പാപ്പ പോയാലും മൂത്താപ്പ കൂടണ്ടല്ലോ, മൂത്താപ്പന്റെ കൂടെ ജീവിക്കാലോ. ഉപ്പാപ്പ പോയ ടെൻഷൻ വേണ്ട മോനെ, മൂത്താപ്പ നോക്കിക്കോളൂന്ന് പറഞ്ഞിട്ട് മൂത്താപ്പന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അബ്ദുൽ മുത്തലിബ് പോകുമ്പോൾ, മരിക്കുമ്പോൾ തന്നെ ഈ അബൂ ത്വാലിബിനെ വിഷയം ഏൽപ്പിച്ചതാണ്. ഏതായാലും അബൂ ത്വാലിബിന്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്നറിയോ? അബൂ ത്വാലിബിന് ധാരാളം മക്കളുണ്ട്. അബൂ ത്വാലിബിന് ധാരാളം മക്കളുള്ള വലിയ കുടുംബമാണ്. പക്ഷേ പണിയുമില്ല, കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, അധികവും പട്ടിണിയാണ്, സാമ്പത്തികമായി ഒന്നും ഇല്ലാത്ത ആളാണ്. വേറൊരു മുത്താപ്പയാണ് അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. കടുപ്പുള്ള ഹൃദയമാണ്, റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ആളാണ്. അതേ സമയത്ത് സമ്പത്ത് ധാരാളുണ്ട്. അതുകൊണ്ടാ ഖുർആൻ ശപിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂ ത്വാലിബ് നശിച്ചു, അവന്റെ സമ്പത്തും നശിച്ചു എന്ന് പറഞ്ഞില്ലേ? വലിയ സമ്പത്തുള്ള ആളായിരുന്നു അബൂ ലഹബ്. അതേ സമയത്ത് അബൂ ത്വാലിബ് പരമ പാപമാണ്, ദരിദ്രനാണ്. എന്നാൽ ഈ പൊന്നുമോനെ കൊണ്ടുപോയതിന് ശേഷം അബൂ ത്വാലിബ് നല്ല ബുദ്ധിയുള്ള ആളാണ്. അബൂ ത്വാലിബ് ചെയ്ത പരിപാടി എന്താണ്? ആദ്യം തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. തങ്ങൾക്ക് ഭക്ഷണം വിളമ്പിയിട്ടേ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുള്ളൂ. എന്താണത് കൊണ്ടുണ്ടായ ഗുണം? അബൂ ത്വാലിബിന്റെ വീട്ടിൽ മുത്തുനബി തങ്ങൾ എത്തിയതിനു ശേഷം കാര്യമായ പട്ടിണിയില്ല, എല്ലാവർക്കും ഭക്ഷണം തികയുന്ന ഒരവസ്ഥ വരികയാണ്. അബൂ ത്വാലിബ് ഇടക്കിടക്ക് പറയും, മോനെ ഇന്നക ലമുബാറക്, നീ ഒരു ബറക്കത്തുള്ള മോനാണ്. ആ ബറക്കത്ത് നമ്മുടെ വീട്ടിലേക്കും അല്ലാഹു തആല എത്തിച്ചു തരട്ടെ. നോക്ക്, നിങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും തങ്ങളെ മുഖത്ത് നോക്കി ആക്ഷേപിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലാഹു തആല കൊടുത്തില്ല. ഇന്നക ലമുബാറക്, നീ ഒരു ബറക്കത്തുള്ള മോനാണ് എന്ന് മാത്രമല്ല, അബ്ബാസ് തങ്ങൾ അനുജനാണ്. അബൂ ത്വാലിബിന്റെ അനുജനോട് അബൂ ത്വാലിബ് പറയാണ്, അബ്ബാസ് നമ്മളെ മോനുണ്ടല്ലോ, മോനൊരു അത്ഭുതമുള്ള മോനാണ്. അബ്ബാസ് ചോദിക്കുന്നത് എന്താണ്? ഇക്കാക്കാനോട് ചോദിക്കാണ് എന്താ സംഭവം? അപ്പൊ പറയുന്നു, സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പൊന്നുമോൻ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഭയങ്കര അത്ഭുതം. ഒരു 8 വയസ്സുള്ള കുട്ടി ബിസ്മില്ലെന്ന് അത്ഭുതം. നമുക്ക് വലിയൊരു അത്ഭുതം തോന്നുന്നില്ല. എന്തുകൊണ്ട്? നമ്മളെ കുട്ടികൾ സഹറത്തുൽ ഖുർആനിൽ പഠിക്കുകയാണ്, 3.5 വയസ്സ്. LKG UKG പഠിക്കുകയാണ്. എന്തിനു വേണ്ട, നമ്മളൊക്കെ തന്നെ നേരത്തെ പഠിപ്പിച്ചു കൊടുക്കണം. മോനെ ബിസ്മില്ലാഹി ചൊല്ല്. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടി ബിസ്മില്ലി ഭക്ഷണം കഴിക്കുന്നു. വണ്ടി കയറുമ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ബാത്റൂം കയറുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ഇറങ്ങി വരുമ്പോ ഗുഫ്രാനക അൽഹംദുലില്ലാഹ് ചെല്ലലുണ്ടോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് ബാത്റൂമിൽ പോകുമ്പോ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ടോ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് ചൊല്ലിയവരാരുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളോട് ചോദിക്കൂ. ഇന്ന് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീനില്ല. അല്ലാഹു ബോധം നൽകട്ടെ. മദ്രസയിൽ പഠിക്കുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ട സംഗതികളാണ്. മദ്രസയിൽ ഉസ്താദുമാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മദ്രസയിൽ നന്നായിട്ട് ഈ ദിക്റെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച ദിക്ർ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ആൻസർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് നല്ല മാർക്ക് കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് പൊതുപരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയ വകയിൽ റബീഉൽ അവ്വലിന്റെ നല്ല വേദിയിൽ സമ്മാനവും എല്ലാം കിട്ടിയിട്ടുണ്ട്, സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. അത് ചുമരിന്റെ മേലെ തൂങ്ങുന്നുണ്ട്. ആ ചുമരിന്റെ അടിയിലൂടെയാണ് ബാത്റൂമിൽ പോകുന്നത്. ആ സമയവും അവനീ ബിസ്മില്ല ചൊല്ലുന്നില്ല. പരീക്ഷ എഴുതിയ ദിവസം പോലും ഒരു ഗുഫ്രാനക അൽഹംദുലില്ലാ ചൊല്ലിയിട്ടില്ല. വുളൂഇന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിക്ർ ഉമ്മമാരും നമ്മളെ സാധാരണക്കാർ നമ്മളെല്ലാവരും ചൊല്ലാൻ മറന്നു പോകുന്നതാണ്. അല്ലാഹു നല്ല ഓർമ്മ നൽകട്ടെ. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ട് ഞാൻ അടുത്ത്. നമ്മളെ മക്കൾക്കല്ല അല്ലാഹു നല്ല ബുദ്ധിയാണ്. മോനെ ഉഷാറന്നെ, ഞാൻ മദ്രസയിൽ 10ാം ക്ലാസ് ആന്നു, മോൻ നല്ല ഉഷാറാന്നാണ് ഉപ്പ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മെല്ലെ നിനക്ക് ഉഷാറന്നല്ലേ? ഉഷാറന്നല്ലേ? ആ. ഞാൻ പറഞ്ഞു, എനിക്ക് വജ്ജഹത്തു ഓതാൻ അറിയോന്ന് വെച്ചു. ഓനെ സ്വീപ്പാക്കാൻ വേണ്ടി ചോദിച്ചല്ല, കുട്ടിക്ക് നല്ല ബോധം ഉണ്ടാട്ടെന്നൊക്കെ ചോദിച്ചെന്നെ. ഓൻ പറഞ്ഞ അറിയാന്നോ? എന്നാ ഒന്ന് ചെല്ലുന്നു. ഓൻ പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത്. ഓനി കുനൂത്ത് അറിയാ, നിങ്ങൾ ചിരിക്കണ്ട.
സംഗതി ഇത് അതാണ് ഓന് ഓർമ്മയുണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ചിരിക്കാതെ തന്നെ അവനോട് പറഞ്ഞു, ഞാൻ ചിരിക്കലോ അവനൊരു മനസ്സിന് വിഷമിപ്പിക്കൂലേ, ഞാൻ ചിരിക്കാതെ അവനോട് പറഞ്ഞു ഇതല്ലല്ലോ, എനിക്ക് മാറിപ്പോയാ. അവനിങ്ങനെ ആലോചിച്ചു, അപ്പൊ അവന് കുറച്ചറിയാ, ഫുള്ളായിട്ട് അറിയില്ല. അല്ലാഹു മഹദിനി വലിയ പരിചയമുണ്ട്. ഞാൻ പറയുന്നത് ഈ വജ്ജഹത്തു ആണ് എന്ന് പഠിക്കുന്നത് 1, 2, 3 പഠിക്കുന്ന ഇത് അന്നു മുതൽ പാരായണം ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്, പഠിക്കാത്തോണ്ടല്ല. അന്നേ ഇത് ഓതേണ്ടതാണ്. പക്ഷെ ഇത് നിസ്കാരത്തിൽ ഓതാറില്ല. കൈകെട്ടി ഉടനെ തന്നെ ബിസ്മില്ലി വജ്ജഹത്ത് ഓതാൻ വിട്ടുപോയി. അത്തഹിയാത്ത് കൃത്യമായി ഓതുന്നില്ല. നമ്മളെ അല്ലാഹു മഹ്ദിനാ ഫീമൻ ഹദൈത് ഓതുന്നില്ല. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ മദ്രസയിൽ നിന്ന് പഠിക്കുന്നതൊക്കെയും എപ്പോഴും പ്രാവർത്തികമാക്കണം. പഠിച്ച അന്ന് മുതൽ ഇന്ന് വരെ. മറന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇനിയും അത് ശീലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്ഷണം കഴിക്കുന്ന മക്കളോട് പറഞ്ഞ് ശീലിപ്പിക്കണം, മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കൂ എന്ന് പറയണ. ഇല്ലെങ്കിൽ പിശാച് നിന്റെ കൂടെ ഭക്ഷിക്കുന്നതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ചുരുങ്ങിയതൊരു അൽഹംദുലില്ലാ പറയാനെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കേണ്ടതുണ്ട്. അബൂ ത്വാലിബ് അത്ഭുതത്തോടെ പറയാണ്, അനുജനോട് പറയാണ്, ഈ മകൻ ബിസ്മി ചൊല്ലിയിട്ടാ ഭക്ഷണം കഴിക്കുന്നത്. അൽഹംദുലില്ലാ പറയാണ് ഭക്ഷണം കഴിച്ച് നിർത്തുമ്പോൾ. അന്നെന്താണ് അബൂ ത്വാലിബിന് അത്ഭുതം തോന്നാൻ കാരണം? അന്നാരും ബിസ്മി ചൊല്ലാറില്ല, കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ പറയാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അത്ഭുതം പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പകാലത്തിൽ തന്നെ അത്ഭുതമായി വളർന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സുവരെ മക്കയിൽ വളരുമ്പോൾ അൽ അമീൻ എന്നല്ലേ തങ്ങളെ വിളിക്കുന്നത്. ആ അൽ അമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ. അൽ അമീൻ എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ അത്ര വിശ്വസ്തതയുള്ള വേറൊരാളില്ല. അൽ അമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബായ തങ്ങളെ അൽ അമീൻ എന്ന് മക്കക്കാര് വിളിക്കുമ്പോൾ ഒരാൾക്ക് പോലും എതിർപ്പുണ്ടായിരുന്നില്ല. തങ്ങളെ അത്രമേൽ വിശ്വാസമായിരുന്നു മക്കക്കാർക്ക്. അമാനത്തിന്റെ ആൾ രൂപമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ഒന്നുകൂടി നോക്ക്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോകുന്ന സമയത്ത് 53-ാമത്തെ വയസ്സിൽ ഹിജറ പോവുകയാണ്. ആ ഹിജറ പോകുന്ന സമയത്ത് തങ്ങളെ കൊല്ലാൻ വേണ്ടി 100-ലേറെ നല്ല അശ്വഭടന്മാർ, പയറ്റിത്തെളിഞ്ഞ ഓരോരുത്തരും നല്ല ഉഷാറുള്ള ചെറുപ്പക്കാര്, നല്ല മൂർച്ചയുള്ള വാളും കൊണ്ട് മുത്തുനബിന്റെ വീട് വളഞ്ഞിട്ടുണ്ട്. ആ വളഞ്ഞവരുടെ ലക്ഷ്യം അബൂജഹൽ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ്. രാത്രി ഇറങ്ങുമ്പോ വെട്ടിക്കൊല്ലാം. ആര് ചോദിച്ചാലും ഞാനാണ് വന്നത് ഓരോരുത്തർ ഏറ്റെടുക്കുക. അങ്ങനെയാകുമ്പോൾ ബനി അബ്ദി മനാഫ് മുത്തുനബിന്റെ കുടുംബത്തിന് ഒന്നിച്ച് നമ്മൾ എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഹമ്മദിന്റെ കുടുംബത്തെ നമുക്ക് വെട്ടിലാക്കാമെന്ന് പറഞ്ഞ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു കൊടുത്ത ഐഡിയയാണ്. അങ്ങനെയാണ് അവർ വീട് വളഞ്ഞത് വാളുമെടുത്തിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ താൻ കിടന്ന വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹു കിടത്തിയിട്ടാണല്ലോ യാത്ര പോയത്. എന്തിനാണ് അലി റളിയല്ലാഹു അൻഹു കിടത്തിയത്? പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും തങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വെട്ട് കൊള്ളുകയാണെങ്കിൽ അലിക്ക് കൊള്ളട്ടെ എന്നുള്ള നിലക്കാണ്. ഒരിക്കലുമല്ല. പിന്നെ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹുവിനെ മുത്തായ തങ്ങൾ അവിടെ നിർത്തിയത്? അതിന്റെ പിന്നിൽ ഒരു നല്ല കഥയുണ്ട്. ഈ കൊല്ലാൻ നിൽക്കുന്ന ടീമില്ലേ, ഇവര് മക്കയിലെ ഓരോ വീട്ടുകാരുമാണ്. എല്ലാ വീട്ടുകാരിലും ഒരു അംഗം ഇവിടെ ഉണ്ട്. ആ വീട്ടുകാർ അവർക്ക് ഏറ്റവും വിശ്വസ്തനായി കണ്ട ഒരാളുടെ കയ്യിൽ ധാരാളം വദിഅത്ത് സ്വത്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ദീനാറും ദിർഹമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് ബാങ്ക് സംവിധാനം ഇല്ലല്ലോ. അതുകൊണ്ട് നല്ല അമാനത്തുള്ള ആളെടുക്കൽ നല്ലോണം സ്വത്തുകൾ കൊണ്ടു കൊടുക്കും. പിടിക്കാൻ ആവശ്യം വരുമ്പോൾ തിരിച്ചു വാങ്ങും. മക്കയിലെ ഏറ്റവും വലിയ വിശ്വസ്തനായ മുത്തുനബിന്റെ അടുക്കലാണ് മക്കക്കാരായ ഏറെ ആളുകളുടെയും വലിയ സ്വത്തുക്കൾ ഉള്ളത്, ദിനാറും ദിർഹമൊക്കെ ഉള്ളത്. മുത്തുനബിന്റെ അമാനത്തിന്റെ കഥയല്ലേ.
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ അവരെല്ലാവരും യസ്രിബിലേക്ക് മദീനയിലേക്ക് പോകുമ്പോൾ വീട് കൊണ്ടുപോകാൻ കഴിയില്ല, പറമ്പ് കൊണ്ടുപോകാൻ കഴിയില്ല, അവരുടെ സ്വത്തുക്കളൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. പക്ഷേ തങ്ങളെ കയ്യിൽ കുറച്ച് സ്വത്തുക്കളുണ്ട്. അത് സ്വഹാബികളതല്ല, ഇവിടെ ഈ കാത്തു നിൽക്കുന്ന കൊല്ലാൻ നിൽക്കുന്നവന്റെ കുടുംബക്കാരുടേതാണ്. മുത്തായ തങ്ങളുടെ അമാനത്തിന്റെ കടുപ്പമേ, വിശ്വസ്തതയുടെ കടുപ്പമേ. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അലിയേ, ഞാനിവിടെ നിന്ന് ഈ മക്കയുടെ ബൗണ്ടറി അങ്ങ് കഴിഞ്ഞാൽ, എന്നെ അന്വേഷണങ്ങളൊക്കെ മതിയാക്കി അവർ തിരിച്ചു വന്നാൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറയാണ്, ഈ ലിസ്റ്റ് പ്രകാരം ഇവിടെയുള്ള ആളുകളുടെ സ്വത്ത് മുഴുവനും ഇവർക്ക് കൊടുക്കാതെ നീ യസ്രിബിലേക്ക് വരല്ലേ അലിയേ. കൊല്ലാൻ നിൽക്കുന്നവരുടെ സ്വത്ത് കയ്യിലുണ്ടായിട്ടും തൻ്റെ അനുയായികളുടെ സ്വത്ത് ഇവര് കൊള്ളയടിക്കുമെന്നറിയാമായിരുന്നിട്ടും ഉള്ളത് കയ്യിലുള്ളത് വിട്ടുകൊടുക്കണ്ടെന്ന് മനസ്സിലാക്കാതെ സുബ്ഹാനല്ലാഹ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തത അമാനത്ത് ആ പ്രതിസന്ധി ഘട്ടത്തിലും മുറുകെ പിടിച്ച നേതാവ് അമാനത്തിന്റെ മനുഷ്യരൂപമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശുദ്ധ റബീഉൽ അവ്വൽ തിരുവസന്തത്തിന്റെ മദ്ഹുർ റസൂൽ പ്രഭാഷണ വേദിയിലാണ്. ഇടയ്ക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടാ മാത്രം മതിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമ്മളിലേക്കൊന്ന് പകർത്തണ്ടേ? ഏറ്റവും വലിയ അമാനത്തിന്റെ ഒരു അടയാളമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ ഒരു ചർച്ചക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, നിങ്ങളെ സ്വത്തല്ല അവര് കൊള്ളയടിക്കൂലേ, മക്കാര് പിടിച്ചെടുക്കും, അതുകൊണ്ട് ഉള്ളത് ഏതായാലും കൊടുക്കണ്ട, നമുക്ക് മദീനത്ത് കൊണ്ടുപോയിട്ട് അവിടെ വീതിച്ചു കൊടുക്കാന്നാ പറയാ. അല്ല, ഇത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയാ തീരുമാനിച്ച്, അങ്ങനെയാണ് ഏൽപ്പിച്ചത്. ഞാൻ ഇപ്പോ ഈ UAE മീലാദ് പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, ഒരു 3-4 കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ദ്വാരക്കാൻ വേണ്ടിയിട്ട്. കച്ചവടത്തിന് കൊടുത്ത് പാർട്ട്ണർ പറ്റിച്ച്. സുബ്ഹാന ജല്ല ജലാല്. ഒരാൾ പറഞ്ഞു വണ്ടിയെല്ലാം വാങ്ങിക്കൊടുത്തൊരു കമ്പനിയെല്ലാം തുടങ്ങി ഉഷാറാക്കിയിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. ഉസ്താദെ വരുമ്പോഴത്തേക്ക് ആ വണ്ടിന്റെ പരിപ്പ് വരെ എടുത്തു. ഒരു അമാനത്തുമില്ല, ചതിക്കുകയാണ്, പച്ചക്ക് ചതിക്കുകയാണ്, പച്ചക്ക് കളവ് പറയുകയാണ്, ഷാറുകാരനെ പറ്റിക്കുകയാണ്, ബിസിനസ്സിൽ തിരിമറി നടത്തുകയാണ്, വഞ്ചന നടത്തുകയാണ്. ചിലപ്പോൾ അയാൾ സ്വതക്ക ചെയ്യുന്നുണ്ടാകും, സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ടാകും, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടാകും. പക്ഷെ അവിടെ കൂറുകാരനായ മനുഷ്യനെ കണ്ണീര് കുടിപ്പിക്കുന്നുണ്ടാകും. ചിലപ്പോൾ കടം വാങ്ങിയ പൈസക്കാരൻ, കടക്കാരൻ, അയാൾ തിരിച്ചു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് കരുതി കാത്തു നിൽക്കുന്നുണ്ടാകും. അവധിയെത്തിയ കടക്കാർ സ്വതക്ക ചെയ്യൽ ഹറാമാണ്. അവധിയെത്തിയ കടക്കാര് കടം വീട്ടാണ് വേണ്ടത്, സ്വതക്ക ചെയ്യൽ ഹറാമാണ്. സുഹൃത്തുക്കളെ, സാമ്പത്തിക ശുദ്ധി വളരെ പ്രധാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 മയ്യിത്തിന്റെ മേലാണ് നിസ്കരിക്കാതിരുന്നത്. ഒന്ന് ആത്മഹത്യ ചെയ്ത മയ്യിത്താണ്, മറ്റൊന്ന് കടക്കാരന്റെ മയ്യിത്താണ്. കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ മരിച്ചുപോയോന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല. സാമ്പത്തിക ശുദ്ധി വളരെ പ്രധാനമാണ്. വാങ്ങിയവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കടം വാങ്ങാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴെങ്കിലും ആരെങ്കിലും കടം ചോദിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ. വാങ്ങിയവൻ അതേ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല സുരക്ഷിതത്വവും അമാനത്തും അള്ളാഹു തആല വർദ്ധിപ്പിക്കട്ടെ. അമാനത്തിന്റെ ആൾ രൂപമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ വളരെയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സാകുമ്പോൾ, 40 വയസ്സ് ഒരു പക്വതയുടെ പ്രായമാണ്. ആ 40 വയസ്സാകുമ്പോൾ ജനങ്ങളിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു അകൽച്ച അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിറയിൽ പോയി തങ്ങൾ താമസിക്കുകയാണ്, അവിടെ ഇബാദത്ത് ചെയ്യാണ്. രാത്രി അവിടെ കൂടും. നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റിട്ട് ഖദീജയുടെ അടുക്കലേക്ക് വന്ന് ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഒരാളുടെ സ്വഭാവം അറിയുന്നത് ആർക്കായിരിക്കും? കൂടെ കിടക്കുന്ന ആൾക്കാണ് രാപ്പനി അറിയാന്ന് പറയും നമ്മളെ നാട്ടിലൊക്കെ. കൂടെ താമസിക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ എന്നെ അറിയുന്ന എങ്ങനെ? എന്റെ വാളെല്ലാം കേട്ടിട്ടുള്ള പരിചയമാണ്. അള്ളാഹു തആല നമ്മളൊക്കെ ബന്ധങ്ങൾ ആഖിറത്തിൽ അർശിന്റെ തണല് കിട്ടുന്ന ബന്ധങ്ങളാക്കി അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ സ്ഥാപനത്തൊക്കെ സഹായിക്കണം. നമ്മൾ അഷ്റഫിനെ പോലത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. നോക്കൂ നിങ്ങൾ,
നിങ്ങൾക്കിപ്പോ എന്നെ പരിചയം എങ്ങനെയാ? ഇയാള് വയല് പറയുന്ന ഒരു ഉസ്താദാണ്, അപ്പൊ നല്ല സ്വഭാവമായിരിക്കും നിങ്ങൾ വിചാരിക്കല്ലേ? സത്യത്തില് എന്റെ സ്വഭാവം ശരിക്കും അറിയല് എന്റെ വീട്ടുകാർക്കാണ്, എന്റെ പുരക്കാർക്കാണ്. നമ്മളെ സ്വഭാവം ശരിക്കറിയൽ നമ്മുടെ ഭാര്യമാർക്കാണ്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള് പെണ്ണുങ്ങൾക്ക് ഭാര്യമാരുടെ അടുക്കൽ ഖൈറായ ആളാണ്, കുടുംബത്തിന് ഖൈറായ ആളാണ്. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കുടുംബനാഥനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളോടൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഒരാളെ കൂടെ 2 ദിവസം യാത്ര ചെയ്ത് താമസിച്ചാൽ അയാളെ സ്വഭാവം ശരിക്കും മനസ്സിലാവും. ഇടപാട് നടത്തിയ സ്വഭാവം മനസ്സിലാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി ആയിഷ ബീബിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് തങ്ങളുടെ സ്വഭാവം? തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ആയിഷ ബീബിനോട് ചോദിച്ചത് എന്തിനാണ്? പള്ളിയിൽ എങ്ങനെയാണ്, നല്ല സ്വഭാവമാണോ എന്ന് സ്വഹാബികൾക്ക് അറിയാം. ആയിഷ ബീബി പള്ളിയിൽ വരാറില്ല. യുദ്ധത്തിന് പോകുമ്പോൾ, യാത്രയിൽ, കച്ചവടത്തിൽ, മാർക്കറ്റിൽ തങ്ങൾ എങ്ങനെയാണ് എന്നത് ആയിഷബിനോട് ചോദിക്കേണ്ടയില്ല. ആയിഷബിനോട് ചോദിച്ചത് എന്തിനാണെന്നറിയോ? വീട്ടിൽ എങ്ങനെയാണ് തങ്ങളുടെ സ്വഭാവം എന്നാണ്. ആയിഷ ബീബിന്റെ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ എന്തേ തങ്ങളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത്? വഇന്നക ലഅലാ ഖുലുഖിൻ നദീം, ഏറ്റവും ഉന്നതമായ സ്വഭാവമാണ്. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യൂദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം. നിങ്ങൾ നോക്കൂ, 5-6 മാസത്തോളം ഹിറയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇബാദത്ത് ചെയ്യുകയാണ്. റമളാൻ 27-ന്റെ രാവന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച രാവിലായിരുന്നു. മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ഇഖ്റ എന്ന് പറയുന്നു. 1 കൂട്ടിപ്പിടിക്കുന്നു, 3 തവണ ആവർത്തിക്കുന്നു. 3-ാമത്തെ തവണ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിയാത്തത് അറിയിച്ചു കൊടുത്ത പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ച ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അങ്ങയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കൂ നബിയേ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ, കലാമും ഖദീമുമായ ഖുർആനിന്റെ ആദ്യാക്ഷരം മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകളിലൂടെ, നാവിലൂടെ ഹിറയിലെ പാറക്കെട്ടുകളെ തട്ടി പ്രതിധ്വനിച്ചപ്പോൾ ജിബ്രീലുമായിട്ടുള്ള സമാഗമത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് പേടിച്ചു പോയി. പനിച്ച് വിറച്ചിട്ടാണ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീബിനോട് പറയുന്നത്, സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ പുതപ്പിട്ട് മൂടിക്കൊണ്ട് തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. നോക്കുങ്ങള്, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം, ആ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ നല്ല ഖൈർ നൽകട്ടെ. നമ്മുടെ വളയം നോർത്തിലുള്ള പെണ്ണുങ്ങളാണെങ്കിൽ, നല്ല സ്നേഹമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ എന്താ പറയാ, നമ്മളൊരു സ്റ്റൈല് വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. രാത്രി ഇശാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു മഴയുള്ള സമയത്ത് വീട്ടിൽ നിന്ന് പോവുകയാണ്, കൊടയും ടോർച്ചെല്ലാം എടുത്തിട്ട്. പെണ്ണുങ്ങൾ പറഞ്ഞു, ഇടിയും മഴയും കാറ്റല്ലല്ലേ, പോണ്ട, പറയുന്ന തന്നെ നിസ്കരിച്ചോ. എന്നാലും സാറില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞങ്ങനെ പോയി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴുണ്ട് തിരിച്ചു വരുന്നു, ബെല്ലടിക്കുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ പോയ ആജിയാര് ചളിയിൽ വീണതാ, ഷർട്ടിനൊക്കെ കേടായി, കൈന്റെയും കാലിന്റെ എല്ലാം പെയിന്റ് പോയി, ഡ്രസ്സെല്ലാം ആകെ പ്രശ്നത്തിലായി, ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ വരികയാണ്, കൊടയെല്ലാം ഇങ്ങനെ ചുക്കി ചുളിഞ്ഞു പോയി. അങ്ങനെ വാതിൽ തുറന്നാൽ നിങ്ങളെ ഈ വളയത്തെ, നിങ്ങളെ ഭാര്യ നല്ല സ്നേഹമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ എന്താ പറയാ, സ്നേഹമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ പറയും, നിങ്ങൾക്ക് ഇത് കിട്ടിയാ പോരാ, ഞാൻ പോകുമ്പോ തന്നെ പറഞ്ഞിട്ടേ പോണ്ടാന്ന്, വലിയ ഔലിയാകാൻ വേണ്ടി പോയതല്ലേ എന്നാണ് സ്നേഹമുള്ള പെണ്ണുങ്ങൾ പറയാം.
അവർ മരുന്ന് പരട്ടി തരും, പുതപ്പിട്ട് തരും, എല്ലാം ചെയ്തു തരും. പക്ഷെ ഇത് പറഞ്ഞാൽ ഇവർക്കൊരു സമാധാനവും. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് നല്ല ഖൈറ് നൽകട്ടെ. പെണ്ണുങ്ങളെ വിചാരിക്കും നമ്മൾ അതേ സ്വഭാവ ഉസ്താദിനെ അറിയട്ടോ. സ്നേഹം ഇല്ലാത്ത പെണ്ണുങ്ങളെ പറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാൻ പറയുന്നില്ല. സ്നേഹം ഉള്ള നല്ല പെണ്ണുങ്ങളെ പറ്റിയാ പറഞ്ഞു. എന്തായാലും അവരത് പറയാണ്ടിരിക്കൂല. അവർക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ എന്തൊന്ന് പറയണം. നോക്കൂ നിങ്ങൾ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സത്യത്തിൽ ഈ അവസ്ഥയിൽ മലയിറങ്ങി വന്നിട്ട് ഞാൻ എന്തോ കണ്ടു പേടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങളെ ഭാഷയിലാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയോ? നിങ്ങൾക്ക് ഇത് കിട്ടിയാ പോരാ, നിങ്ങൾ എന്തിനാണ് ഈ 6 മാസം കുന്നിന്റെ മുകളിൽ പോയിട്ട് രാത്രി ഇബാദത്ത് ചെയ്യുന്നത്? കാബന്റെ അടുത്തല്ലേ പൊരയുള്ളത്, കാബന്റെ അടുത്ത് പോയി കൂടെ? നിങ്ങൾ എന്തിനാണ് പാറിനുള്ളിൽ പോയത്? അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്. ഖദീജ ബീവിക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സ് അങ്ങനെയല്ല. കാരണം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു അവസരം കാത്തു നിൽക്കുകയാണ്. 15 കൊല്ലമായി തങ്ങളെ കൂടെ താമസിക്കുന്ന മഹദിയാണ്. ഈ ഒരവസരത്തിന് കാത്തു നിൽക്കുകയാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. 15 കൊല്ലം മുൻപ് അതേ മൈസറത്തിന്റെ കൂടെ കച്ചവടത്തിന് പറഞ്ഞേച്ചപ്പോൾ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 2 ഭർത്താവ് കഴിഞ്ഞുപോയി. 5 മക്കളുണ്ട്, 3 ആൺകുട്ടികളും 2 പെൺമക്കളും. 5 മക്കളെ ഉമ്മയാണ് ഖദീജ ബീബി. 40 വയസ്സുണ്ട്. കല്യാണം ആലോചിച്ച് പലരും വരുന്നുണ്ട്. വേണ്ടാന്ന് തീരുമാനിച്ച് കച്ചവടം റെഡിയാക്കി ഉഷാറാക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോഴാണ് കച്ചവടത്തിൽ നല്ല വിശ്വസ്തനായ ആള് വേണമെന്ന ചിന്തയിൽ അൽ അമീന്റെ അടുക്കലേക്ക് വിഷയം നീളുന്നത്. അൽ അമീൻ ജോലിയേറ്റപ്പോൾ ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിന്റെ കൂടെ ഗൈഡായിട്ട് അയച്ച ആളാണ് മൈസറത്ത് എന്ന അടിമ. ആ മൈസറത്ത് തിരിച്ചു വന്നപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. സയ്യിദത്തെ അജബൻ അജബാ, എന്തൊരു അത്ഭുതമാണ്, അത്ഭുതമാണ്. ഖദീജ ബീവി പറയുന്ന കച്ചവടം ഭയങ്കര ലാഭം തന്നെ, വലിയ അത്ഭുതം തന്നെ. കച്ചവടത്തിന്റെ കാര്യമല്ല, അമീറിന്റെ കാര്യമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് വരെയും അവിടെ എത്തിയിട്ടും തിരിച്ചു വരുന്നത് വരെയും നല്ല വെയിലുള്ള സമയത്ത് ഞങ്ങൾ ചൂടുകൊണ്ട് വേർക്കുകയാണ്. അൽ അമീന് മാത്രം വെയിൽ കൊള്ളുന്നില്ല, മേഘം തണലിടുകയാണ്. ബുസ്ര ഷാമിന്റെ ഒരു ഭാഗമാണ്. അവിടെ എത്തിയപ്പോൾ ഒരു മരച്ചുവട്ടിൽ അൽ അമീൻ വിശ്രമിച്ചപ്പോൾ നസ്തൂറ എന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ വന്നിട്ട് അൽ അമീന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് മുതുകിന്റെ ഭാഗത്തേക്കും കൂടി നോക്കിയിട്ട് എന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, നിങ്ങളെ കൂടെ ഉള്ള ആളാണോ അത്? അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ പറയുന്നു, ഇദാ വുലിദൽ മൗലൂദു ബിത്തിഹാമ ബൈന കതിഫൈഹി ശാമ കാനത് ലഹുൽ ഇമാമ ഇലാ യൗമിൽ ഖിയാമ. തിഹാമ എന്ന് പറഞ്ഞാൽ മക്കയുടെ പഴയ പേര്. മക്കയിൽ തിഹാമയിൽ ഒരു നബി വരാനുണ്ട്. ആ നബിയുടെ മുതുകിൽ ഖത്മുൻ നുബുവത്തിന്റെ സീലുണ്ട്. ഖിയാമത്ത് നാൾ വരെ വേറൊരു നബി വരാനില്ലാത്തതിനാൽ ഖാത്തിമുൻ നബിയായി വന്ന ആളാണ്. ആ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അമ്പിയാക്കളല്ലാത്തവർ ആ മരച്ചുവട്ടിൽ വിശ്രമിക്കാറില്ല. അതുകൊണ്ട് ഈ മഹാനെ കൊണ്ട് നിങ്ങൾ അധികം പണിയെടുപ്പിക്കരുതേ. മൈസറത്തിനോട് അന്ന് നസ്തൂറ പണ്ഡിതൻ പറഞ്ഞതാണ്. ഇത് ഖദീജ ബീവിയോട് പറഞ്ഞത് 15 കൊല്ലം മുൻപാണ്. അപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കൽബിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നത്. അല്ലാഹുവേ, എനിക്ക് നല്ലോണം സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ജീവിത സൗഭാഗ്യങ്ങളൊക്കെയുണ്ട്, കല്യാണാലോചന പലതും വന്ന് വേണ്ടാന്ന് വെച്ചതാണ്. അൽ അമീന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആഖിറുൻ നബിയായി വരുന്ന ആളാന്നാ പറയുന്നത്. ഒരു നബിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിലെ ഉമ്മയാണ്. നബിയുടെ മക്കളെ പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അഹ്ലു ബൈത്തിന്റെ ഉമ്മയാണ്. അൽ അമീനെ ഒന്ന് ജീവിതത്തിലേക്ക് ക്ഷണിച്ചാലോ അല്ലാഹ്, സൗന്ദര്യം കണ്ടിട്ടല്ല, കച്ചവടത്തിന്റെ മിടുക്ക് കണ്ടിട്ടല്ല, അൽ അമീനായ തങ്ങൾ ആഖിറുൻ നബിയായി വരുമെന്ന് മൈസറത്തിന്റെ നാവിലൂടെ കേട്ടത് മുതലാണ് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹാ അൽ അമീനായ തങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ആലോചിച്ചതും മാളവിട്ടതും. അബൂ ത്വാലിബിനോട് സംസാരിച്ചിട്ടാണ് കല്യാണമൊക്കെ റെഡിയാക്കി സംസാരിച്ച് അതാ കല്യാണം നടക്കുന്നത്. ഞാൻ പറഞ്ഞത് അന്ന് 15 കൊല്ലം മുൻപ്
ഖദീജ ബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ മഹദിയായ ഖദീജ ബീബി കാത്തു നിൽക്കുകയാണ് ആ സുലഭ നിമിഷത്തിന്, നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന്. ഇറങ്ങി വന്നിട്ട് പുതപ്പിട്ട് മൂടൂ, ഞാനെന്തോ കണ്ടു പേടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അതാ ഏറ്റവും വലിയ സുരക്ഷിതമായ കവചമൊരുക്കുകയാണ്. പുതപ്പിട്ട് മൂടിക്കൊണ്ട് മൗലീദ് ചൊല്ലുകയാണ്. കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. അൽ അമീനെ, നിങ്ങൾ സങ്കടപ്പെടണ്ട, അല്ലാഹു തആല നിങ്ങളെ ദുഃഖിപ്പിക്കൂല, സങ്കടപ്പെടുത്തൂല. ഇത് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് തടവി കൊടുത്തുകൊണ്ട് പിന്നെ ഖദീജ ബീബി പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനമാണ്, മദ്ഹാണ്. എന്തുകൊണ്ടാണ് അങ്ങേ അല്ലാഹ് സങ്കടപ്പെടുത്തൂല എന്ന് പറഞ്ഞത്? ഇന്നക ലതസിലു റഹിം വതഹ്മിലുൽ കല്ല വതക്സിമിൽ മഅദൂം. അങ്ങ് പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ആളാ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളാ, അങ്ങ് അതിഥികളെ ബഹുമാനിക്കുന്ന ആളാണ്, അയൽവാസികൾക്ക് സ്നേഹം കൊടുക്കുന്ന ആളാണ്, അവശത അനുഭവിക്കുന്നവർക്ക് അഭയം നൽകുന്ന ആളാണ്. തങ്ങളെ ബഹുമാനം, തങ്ങളെ മദ്ഹ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ നുബുവത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തങ്ങളെ മൗലീദ് ചൊല്ലുന്നു. എല്ലാ മുഹദ്ദിസുകളും ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ്. ആദ്യം തന്നെ തങ്ങളെ വിശ്വസിച്ചത് ആരാണ്? മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. പുരുഷന്മാരുടെ കൂട്ടത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. കുട്ടികളെ കൂട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് ആണ്. അടിമകളെ കൂട്ടത്തിൽ സെയ്ദ് ബിൻ ഹാരിസ് ആണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ മഹാന്മാരൊക്കെ സ്വർഗ്ഗത്തിൽ കാണാനും അവരിൽ നിന്ന് കേൾക്കാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഖദീജ ബീബി റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലുകയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ പാവപ്പെട്ട ആളെ സഹായിക്കുന്ന ആളാ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. ഖദീജ ബീബിക്കാണ് 15 കൊല്ലത്തെ പരിചയം. കല്യാണം കഴിച്ച ആ സമയം മുതൽ ഇതുവരെ കൂടെയുള്ള ആളാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ സദഖയാണ്, എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ സംഭവങ്ങളാണ്. കല്യാണത്തിന്റെ ദിവസം ഖദീജ ബീബിക്കറിയാം, ഖദീജ ബീബിന്റെ വീട്ടിൽ നല്ല കല്യാണ പന്തലൊരുങ്ങിയിട്ടുണ്ട്. നല്ല പ്രൗഢിയിൽ ജനങ്ങൾക്കൊക്കെ നല്ല വിരുന്നൊരുക്കിയിട്ടുണ്ട്, ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന് അന്ന് മക്കയിൽ നല്ല പവറുണ്ട്. അല്ലാമീന്റെ കല്യാണത്തിന് അന്നത്ര പവർ പോരാ, കാരണം സാമ്പത്തികമായിട്ടല്ലേ ആളുകൾ അളക്കുക. അതുകൊണ്ട് തന്നെ ആ ഖദീജ ബീബിന്റെ കല്യാണം, ഖുവൈലിദിന്റെ മകളുടെ കല്യാണം മക്കത്തെ രാജാത്തിയെ പോലെ വിലസുന്ന പെണ്ണാണ്. നല്ല ക്ഷണമുണ്ട്, നല്ല ഭക്ഷണവുമുണ്ട്. VIP കൾ ധാരാളമുണ്ട്. അബൂ ത്വാലിബാണ് ഖുതുബ നിർവഹിക്കുന്നത്. അതാ അംർ ബിൻ അസദ് എന്ന ഖദീജയുടെ അളാപ്പയാണ് നിക്കാഹിന് വലിയായി കാർമ്മികത്വം നടത്തുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞു ആളുകൾ ഭക്ഷണം കഴിക്കാണ്. VIP-കളും VVIP-കളും സാധാരണക്കാരും അവരിലും സാധാരണക്കാര് സദസ്സിലുണ്ട്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണ വീട്ടിൽ ഖദീജ ബീബിന്റെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഹംസയും അബ്ബാസും ഉണ്ട് റളിയല്ലാഹു അൻഹുമാ, മറുഭാഗത്ത് അബൂ ത്വാലിബും അബൂ ലഹബും ഉണ്ട്. റസൂലുള്ളാഹിന്റെ കുടുംബമുണ്ട്, നാട്ടുകാരുണ്ട്, പ്രൗഢിയുള്ള സദസ്സാണ്. ആളുകളൊക്കെ കല്യാണം കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരെ തങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് കന്തലിന്റെ പ്രധാന കവാടത്തിലൂടെ പ്രായമുള്ള വളഞ്ഞുപോയ ഒരു ഉമ്മ കീറിപ്പാറിയ വസ്ത്രം ധരിച്ച് ഈ പന്തലിലേക്ക് കടന്നു വരുന്നത്. കാലിൽ ചെരുപ്പില്ലാത്തതിനാൽ എവിടെയോ കല്ല് കയറിയിട്ട് രക്തം പൊടിയുന്ന അടയാളമുണ്ട്. ഈ നൂറുകണക്കായ VIP-കളും അല്ലാത്തവരുടെയും മുന്നിൽ പ്രച്ഛന്ന വേഷം പോലെ ഒരു ഉമ്മ കയറി വന്നപ്പോൾ ആരും പരിഗണിക്കുന്നില്ല. ആരും നോക്കാതെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ വന്നു കയറിയ ഉമ്മാരും പരിഗണിക്കാതിരുന്നപ്പോൾ എങ്ങോട്ട് പോകണോന്നറിയാതെ ഒന്ന് പകച്ചു നിന്നുപോയി. അപ്പോഴാണ് മണവാളനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ കാഴ്ച കാണുന്നത്. ഈ പ്രായമുള്ള ഉമ്മന്റെ മുഖത്തേക്കൊന്ന് നോക്കി എവിടെയോ കണ്ടു മറന്നതുപോലെ ഒന്നുകൂടി നോക്കിയപ്പോൾ ഓർമ്മ വന്നു. സുബ്ഹാനല്ലാഹ്, ചാടി എഴുന്നേറ്റു, പന്തലിലൂടെ നടന്നു. ആ പ്രധാനപ്പെട്ട ഗേറ്റിന്റെ അടുക്കൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന പ്രായമുള്ള ഉമ്മന്റെ കൈപിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആൽ അമീനായ തങ്ങൾ വിളിക്കാണ്, ഉമ്മാ ഉമ്മാന്ന് പുതിയ
പുതിയാപ്പിള മണവാളൻ ഉമ്മ എന്ന് വിളിച്ചപ്പോൾ ആളുകളൊന്ന് ശ്രദ്ധിച്ചു. ഈ അൽ അമീന്റെ ഉമ്മ 19 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ആമിനയാണ്, വഹബിന്റെ മകൾ. ഇപ്പൊ എവിടെ നിന്നാണ് ഒരു ഉമ്മ വന്നത്? തങ്ങളതൊന്നും മെയിൻറ്റ് ചെയ്യാതെ ഉമ്മന്റെ കയ്യും പിടിച്ച് നേരെ വീട്ടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കി വിളിക്കാണ് ഖദീജ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പത്നി പദത്തിൽ തൊട്ട് മുൻപ് അധികാരത്തോടെ കടന്നു വന്ന ബീബി ഖദീജ തോഴിമാർക്കിടയിൽ സന്തോഷം പങ്കിടുന്നതിന്റെ ഇടയിൽ ഭർത്താവിന്റെ ആധികാരികമായ വിളി കേൾക്കാണ്. ഓടി വന്നിട്ട് പറയുന്നു, ലബ്ബൈക വസഅദൈക്, വിളിച്ചു അൽ അമീനെ, ഞാൻ വന്നിരിക്കുന്നു. ഖദീജ ബീവിയോട് പറയുന്നു, ഞാൻ വിളിച്ചു. ഖദീജ ബീബി നോക്കുമ്പോ ഒരു പ്രായമുള്ള പെണ്ണുങ്ങളെ കൈപിടിച്ചിട്ടുണ്ട് മുത്തുനബി. ചോദിക്കുന്ന ആരാണ് അൽ അമീനെ ഈ പ്രായമുള്ള ഉമ്മ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖദീജ ഇതാണ് 2 വയസ്സുവരെ എനിക്ക് മുലയൂട്ടിയ, 4 വയസ്സുവരെ എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മ ഹലീമത്തുസ് സഅദിയ. ഹലീമ ബീബി റളിയല്ലാഹു അൻഹയെ പണ്ട് 4ാമത്തെ വയസ്സിൽ കണ്ടതാണ്. സുബ്ഹാന ജല്ല ജലാലു. ഹലീമ ബീവിയോട് ചോദിക്കുന്നു, ഉമ്മാന്റെ കോലം എന്താണ് ഇങ്ങനെ, ഉമ്മന്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ? വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു പോയല്ലോ. കണ്ണുകുഴിയിൽ ഇറങ്ങി കവളൊട്ടി സ്കിന്നുകൾക്ക് ചുളിയുപാകി ചാതേ വളഞ്ഞു പോയി. അല്ലാ. ഹലീമത്തുസ് സഅദിയ റളിയല്ലാഹു അൻഹ പറയുന്ന, പൊന്നുമോനെ, പഴയ കാലത്ത് പല വരുമാന മാർഗങ്ങളും ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. എന്റെ ഭർത്താവ് നിന്റെ മുലകൊടിയിലുള്ള ബാപ്പ ഹാരിസ് രോഗിയായി കിടപ്പിലാണ്. മക്കളൊക്കെയും പരീക്ഷണത്തിലും പ്രയാസത്തിലുമാണ്. നാട്ടിലും പരിസരങ്ങളൊക്കെ ആകെ ക്ഷാമം പിടിച്ച കാലമാണ്. ഏറ്റവും സങ്കടമുള്ള വീട് എന്റെ വീടാണ്. മക്കയിലും ടൗണിലൊക്കെ വരുന്ന ആളുകൾ, വിശേഷണങ്ങളൊക്കെ നന്നായി വാർത്തകൾ അറിയുന്ന ആളുകൾ, അവരെന്നോട് പറഞ്ഞു, ഹലീമ 10-20 കൊല്ലം മുൻപ് നീ മുല കൊടുത്തിട്ട് വളർത്തിയ 4 വയസ്സുവരെ പോറ്റി വളർത്തിയ ഒരു മോനില്ലേ അൽ അമീൻ എന്ന് മക്കക്കാര് വിളിക്കുന്ന മുഹമ്മദ്, ആ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണമാണ് ഇന്ന ദിവസം. അവരെ പത്നിയായി വരുന്നത് മക്കത്തെ ഏറ്റവും വലിയ പണക്കാരിയായ ഖുവൈലിദിന്റെ മകള് ഖദീജയാണ്. അവിടെ നല്ല ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. പോയാൽ അൽ അമീൻ നിങ്ങളെ ഒന്ന് പരിഗണിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കൂല. പറ്റുമെങ്കിൽ വീട്ടിലേക്കും ഭക്ഷണം കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. നിങ്ങളൊന്ന് പോയി നോക്കൂ എന്ന് എൻ്റെ അയൽവാസികളും എന്നെ അറിയുന്ന, എൻ്റെ സങ്കടമറിയുന്ന നാട്ടുകാർ പറഞ്ഞപ്പോൾ, പൊന്നുമോനെ, മനഃപൂർവ്വം നിന്റെ കല്യാണത്തിന് ഈ കോലം കെട്ടി വന്നതല്ല. ഉള്ളതിലേറ്റവും നല്ല വസ്ത്രമാണ് അണിഞ്ഞത്. ഇതിനേക്കാൾ നല്ലതൊന്നും വീട്ടിലില്ല. കാലിൽ അണിയാൻ ചെരുപ്പില്ലാത്തതിനാൽ ഒരു കൽച്ചയിൽ കാലിൽ കയറിയിട്ടാണ് രക്തം പൊടിയുന്നത്. ഈ കല്യാണത്തിൽ നിന്റെ ഭാര്യ വീട്ടുകാര് കുടുംബക്കാരൊക്കെ നിൽക്കുന്നതിന്റെ ഇടയിൽ ഈ ഉമ്മ ഈ കോലം കെട്ട കോലത്തിൽ വന്നത് മോന് സങ്കടമായെങ്കിൽ പറയണം, ഉമ്മ തിരിച്ചു പോകാം. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞങ്ങ് കരഞ്ഞപ്പോൾ അൽ അമീനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആപ്പിൾ പൂ പോലെ മൃദുലമായ നബുവത്തിന്റെ കരങ്ങൾ കൊണ്ട് ഹലീമത്തുസ് സഅദിയ റളിയല്ലാഹു അൻഹയുടെ കണ്ണീർ കണങ്ങൾ കവിൾത്തടത്തിൽ നിന്ന് തുടച്ചു കൊടുത്തിട്ട് ഉമ്മാനോട് പറയുന്നു, ഉമ്മാ എന്തൊരു സംസാരമാണ്. ഉമ്മ കല്യാണം അറിഞ്ഞു വന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഉമ്മാന്റെ സങ്കടം കാണുമ്പോൾ, ഉമ്മാന്റെ പ്രയാസം കാണുമ്പോഴാണ് വിഷമമുള്ളത്. ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ ഉമ്മക്ക് കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കൂ, ഉമ്മക്ക് നല്ല വസ്ത്രം കൊടുക്കൂ, ഉമ്മക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കൂ. ഭർത്താവിന്റെ വളർത്തുമ്മയെ കിട്ടിയ സന്തോഷത്തിൽ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അടുക്കള ഭാഗത്ത് നന്നായി കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു, വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. തന്റെ കല്യാണത്തിന് വാങ്ങി വെച്ച വില കൂടിയ വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രം തന്നെ ഖദീജ ബീബി ഭർത്താവിന്റെ പോറ്റുമ്മ കണിയിച്ചു കൊടുത്തപ്പോൾ അതാ കുഴിയിലിറങ്ങിയ കണ്ണുകൾക്കും ഒരു തിളക്കം വന്നതുപോലെ, ഒട്ടിപ്പോയ കവിളും തുടിപ്പ് വന്നതുപോലെ, അല്ലാ വലിയ സന്തോഷമായതുപോലെയുണ്ട്. ഹലീമത്തുസ് സഅദിയ റളിയല്ലാഹു അൻഹ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കല്യാണ പരിപാടിയിൽ അങ്ങ് കൂടിയിട്ട് തിരിച്ചു പോകാൻ നേരത്ത് അൽ അമീനായ തങ്ങളുടെ അടുക്കൽ വന്ന് പൊന്നുമോന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, മോനെ, ഉമ്മക്ക് തിരിച്ചു പോകണം. വീട്ടില് പട്ടിണിയാണ്, ഭർത്താവ് രോഗിയാണ്, എന്റെ ഉപ്പയല്ലേ രോഗത്ത് കിടക്കാണ്, കൊണ്ടുപോകാൻ കുറച്ച് ഭക്ഷണം കിട്ടുമോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബിൽ സങ്കടമായി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തങ്ങൾ ചോദിക്കുകയാണ്, ഖദീജ ഉമ്മ സങ്കടപ്പെട്ട് വലിയ പ്രയാസത്തിൽ കല്യാണത്തിനെത്തിയതാണ്, ഉമ്മാക്ക് നമുക്ക് കല്യാണ സമ്മാനമായി വല്ലതും കൊടുക്കണ്ടേ?
ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ മുൻപിൽ നിന്ന് ഖദീജ ബീബിനോടുള്ള ചോദ്യമാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ മുത്തായ തങ്ങളോട് പറയുന്ന അൽ അമീനെ, എന്നോട് എന്ത് ചോദിക്കാനാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കൊടുത്തേക്കൂ, ഞാൻ എന്താണ് പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്, തങ്ങളെ മനസ്സൊന്നും നൊന്തുപോയോ? തങ്ങളെ തലയൊന്നുമല്ലേ കുനിഞ്ഞു പോയോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖദീജ ബീബിനോട് പെട്ടെന്നൊരു ചോദ്യം. ഖദീജ, ഞാൻ എങ്ങനെ കൊടുക്കാനാണ്? ഞാനൊരു ദരിദ്രനല്ലേ, ഒന്നുമില്ലാത്തയാളല്ലേ, ഞാൻ എങ്ങനെ കൊടുക്കാനാണ്? ആ ചോദ്യം ഖദീജ ബീവി പ്രതീക്ഷിച്ചേയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായ അമർത്തിപ്പിടിച്ച് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാന്റെ തൊണ്ടയിടറിപ്പോയി, കണ്ണു നിറഞ്ഞു. ഖദീജ ബീബി പറയുന്ന അൽ അമീൻ, ഇനി മേലിൽ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ എൻ്റെ ശരീരവും സമ്പത്തും മാത്രമല്ല, ഈ മക്കയിലും പരിസരങ്ങളിലും കാണുന്ന എൻ്റെ സാമ്പത്തിക സാമ്രാജ്യം മുഴുവനും ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഇടപാട് നടത്തുമ്പോൾ അങ്ങയുടെ സമ്മതമില്ലാതെ കൈകാര്യം ചെയ്യില്ല, കൊടുക്കില്ല, വാങ്ങില്ല, ധർമ്മം ചെയ്യില്ല, വിൽപ്പന നടത്തില്ല, ഒന്നും ചെയ്യില്ല. അതേ സമയത്ത് അങ്ങ് കൈകാര്യം ചെയ്യുമ്പോൾ, അങ്ങ് ഇടപാട് നടത്തുമ്പോൾ ഞാൻ അറിയേണ്ടതില്ല, എന്നോട് ചോദിക്കേണ്ടതില്ല, ഇഷ്ടമുള്ളത് കൊടുക്കാം. ഖദീജക്ക് സന്തോഷമാണ്. ഒന്നുമില്ലാത്തവനെന്നിന് മേലിൽ പറയരുത്. സുബ്ഹാന ജല്ല ജലാലു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സമ്പത്ത് മുഴുവനും തങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എന്നിട്ടും ഖദീജ ബീബിനോട് ചോദിക്കാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഉമ്മാക്കൊരു 40 ആടുകളെ കൊടുക്കാമോ ഖദീജ? അന്നത്തെ സമ്പത്താണ്. 40 ആടുകളെ കൊടുക്കാമോ? അപ്പൊ ഖദീജ ബീബി ഇടപെടുകയാണ്. 40 ആടുകൾ നിർണയിക്കണോ? ഒരു ചെരുവ് കാണിച്ചിട്ട് പറഞ്ഞ അവിടെ കുറെ ആട്ടിൻപറ്റങ്ങളുണ്ട്, ആ ആട്ടിൻപറ്റങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കാം. ആടിനെ മേയ്ക്കുന്ന ഒരാടിടയനെയും കൊടുക്കാം. ആടിനെ അറുത്ത് ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു വേലക്കാരന് കൂടുതലായി നൽകാം. അങ്ങേക്ക് സന്തോഷമായോ? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ധർമ്മമാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും ഖദീജ ബീവിയോട് ചോദിക്കാണ്. ഉമ്മ ചെരുപ്പിടാതെയാണ് വന്നത്, തിരിച്ചങ്ങോട്ട് നടക്കാൻ കാലിന് ക്ഷീണമുണ്ട്, പരിക്കുണ്ട്. ഉമ്മക്ക് നല്ലൊരു വാഹനം കൊടുക്കണ്ടേ നമുക്ക്? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അൽ അമീനെ, എന്തൊരു ചോദ്യമാണ്. ഉമ്മാന്റെ ഇസ്സത്ത് മക്കൾക്കും അഭിമാനമല്ലേ? അങ്ങയുടെ ഉമ്മ നമ്മുടെ രണ്ടാടെ ഉമ്മയല്ലേ? കല്യാണത്തിന്റെ സന്തോഷത്തിന് കൂടാൻ വന്നതല്ലേ? അതുകൊണ്ട് അറബികളുടെ കൂട്ടത്തിൽ VVIPകൾ ഉപയോഗിക്കുന്ന മെർസിഡീസ് വാഹനമാണ് ചുവന്ന ഒട്ടകം. സുബ്ഹാനല്ലാഹ്, ഖദീജ ബീവിന്റെ ചുവന്ന ഒട്ടകങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരെണ്ണം തന്നെ അവിടുത്തെ ഉമ്മാക്ക് കല്യാണ സമ്മാനമാക്കാം. ഒട്ടകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഒട്ടകക്കാരൻ, ഒരു ഡ്രൈവർ എക്സ്ട്ര കൊടുക്കാം. അങ്ങക്ക് സന്തോഷമായോ? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജ്ഹ് കത്തിപ്രകാശിക്കാൻ തുടങ്ങി. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂർ അന്ത ഇക്സീറുൻ വഗാലി أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുത്തായ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. തങ്ങളെ സലാം മടക്കുന്നവരിൽ തങ്ങളൊന്ന് ചേർത്തു പിടിക്കുന്നവരിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണേ അല്ലാഹ്.